ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപിപ്പിച്ച് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച മലയാളിയായ ഡ്രൈവറടക്കം 2 പേരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിൽ നിന്നാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവറെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ബംഗളൂരുവിലെ രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഡ്രൈവറായി ജോലി നോക്കുകയാണ് ഇയാൾ. രാഹുലിനെ ബംഗളൂരുവിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ കൊണ്ടുവിട്ടെന്നും മറ്റൊന്നും അറിയില്ലെന്നുമാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. രാഹുൽ ചിക്കമംഗളൂരിന് സമീപം ഹൊസൂരിൽ ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഹൊസൂരിൽ അന്വേഷണ സംഘം എത്തിയതിന് പിന്നാലെ രാഹുൽ കടന്നുകളഞ്ഞു. നേരത്തെ തമിഴ്നാട്ടിൽ അന്വേഷണ സംഘം എത്തിയപ്പോഴും രാഹുൽ മണിക്കൂറുകൾക്ക് മുൻപ് രക്ഷപ്പെട്ടിരുന്നു. വിവരം ചോരാനുള്ള പഴുതുകൾ അടച്ചാണ് അന്വേഷണവും പരിശോധനയും നടക്കുന്നതെങ്കിലും പോലീസിൽ നിന്ന് തന്നെ രാഹുലിന് വിവരം ചോർന്നു കിട്ടുന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. രാഹുലിനെ സഹായിച്ചതായി കരുതുന്ന മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പേരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. രാഹുലിനെ തേടി പ്രത്യേക അന്വേഷണ സംഘം വയനാട് കർണാടക അതിർത്തിയിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതോടെ എത്രയും വേഗത്തിൽ രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.